അല്ല അള്ളാഹുല്ലേ റിസ്ക് തരുന്നത്, ഒരു തുറന്ന് ഓൽക്ക് കിട്ടിക്കോട്ടെ, നമുക്കുള്ള നമുക്ക് വരുന്നു. എന്നാൽ അവർ വന്നുകൊണ്ട് എൻ്റെ റിസ്ക് മുടങ്ങും, അതല്ലല്ലോ. അള്ളാഹുവല്ലേ നഫ്ഇ ചെയ്യുന്നത്. പടച്ചതമ്പുരാൻ തീരുമാനിച്ചതല്ലാതെ ഒരു ഫിൽസ് പോലും കിട്ടൂലല്ലോ. അതാണ് മുഅ്മിനായ മനുഷ്യൻ്റെ ഈമാൻ. ഇത് മനസ്സിലാക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യന് എന്തിന് ടെൻഷൻ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് ഡിപ്രഷൻ, എന്തിനാണ് വഴക്ക്, എന്തിനാണ് പ്രയാസം, എന്തിന് പിണക്കം, എന്തിന് ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ അഭിനയിച്ച് നടക്കണം? അള്ളാഹുവിലേക്ക് നമ്മൾ മുഖം തിരിക്കുകയാണെങ്കിൽ സഹായത്തിനും രക്ഷക്കും റബ്ബുൽ ഇസ്സത്തില്ലേ, അള്ളാഹുവിനല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അള്ളാഹു ചെയ്യുന്ന ഈ പണി, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ അധികാരത്തിൽ കിടക്കുന്ന ഈ അധികാരം അള്ളാഹു അല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ അള്ളാഹു നൽകുന്ന സഹായം കൊണ്ടല്ല, അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ഈമാൻ എന്നവർ പുറത്തു പോകുമെന്നാണ്. ഈമാൻ എന്ന് പുറത്തു പോകും. ഒരു കത്തിക്ക് പോലും മുറിക്കണം, അത് മുറിയണമെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനം വേണം അവിടെ. അതാണ് നമ്മുടെ ഈമാൻ. ഒരു കത്തി മുറിയണമെങ്കിൽ, കത്തി ആയതുകൊണ്ട് പിന്നെ കത്തി അങ്ങനെ മുറിയും, അങ്ങനെയല്ല. ഏത് കത്തിയും മുറിയണമെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനം. അതുകൊണ്ടാണ് സയ്യിദുന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ കത്തി ഇസ്മായിൽ നബിയുടെ കഴുത്തിൽ വെച്ചപ്പോൾ മുറിയാതിരുന്നത്. തീന് ചൂട് വേണം, തീ കരിച്ചു കളയണം. പക്ഷേ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അള്ളാഹു അങ്ങനെ തന്നെ യാ നാറു കൂനി ബർദൻ വസലാം. ഖുർആനിൽ വന്നില്ല എന്നുള്ളൂ, പക്ഷേ മഹാനവറുകൾ തണുപ്പ് നല്ല എഴുന്നേറ്റ് പോയത് അസ്വദുൽ അനസിയുടെ തീക്കുണ്ടാരത്തിൽ നിന്ന്. എന്തേ ആ നേരത്തല്ല പറഞ്ഞു, എൻ്റെ ഈ അടിമക്ക് വേണ്ട, ഇവിടെ നീ തണുപ്പായിക്കോ. ഓരോന്നിനും അങ്ങനെയാണ്. ഇതാണ് നമ്മുടെ അഖീദ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓരോ സെക്കൻഡിലും കൊടുക്കുന്ന കമാൻഡുകളാണ് ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ. മരുന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഒരു മുഅ്മിനായ മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് മരുന്ന് കുടിക്കണം, ചികിത്സിക്കണം, നിർബന്ധമാണ്. തദാവൂ യാ ഇബാദല്ലാഹ് ഫഇന്നല്ലാഹ ലം യളഅ ദാഅൻ ഇല്ലാ വവദഅ ലഹു ദവാഅ. അല്ലാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ ചികിത്സിക്കണമേ, കാരണം ഒരു രോഗത്തിനും മരുന്നില്ലാതില്ല, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. അലിമഹു മൻ അലിമ വജഹിലഹു മൻ ജഹില. അതറിയുന്നവർ കണ്ടുപിടിക്കും, അവർക്ക് കിട്ടും, അറിയാത്തവർക്ക് അറിയില്ല. പക്ഷെ മരുന്നില്ലാത്ത ഒരു രോഗവുമില്ല. ആ ഒരു ഹദീസ് കൊണ്ടാണ് അല്ലാമ ഇബ്നു നഫീസിനെ പോലെയുള്ള ആളുകൾ ബ്ലഡ് സർക്കുലേഷനെ കുറിച്ച് പഠനം നടത്തിയത്. ജാബിർ ഇബ്നു ഹയ്യാനിൻ്റെയും മറ്റുമൊക്കെ ഇബ്നു സീനയുടെയും ഒക്കെ പഠനങ്ങൾക്ക് നിമിത്തമായത് ഈ ഹദീസാണ്. എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. അപ്പോഴാണ് മെഡിസിൻ്റെ ലോകത്തേക്ക് ആലിമീങ്ങൾ ഇറങ്ങിച്ചെന്നത്. പക്ഷേ ആ മെഡിസിനാണോ ഷിഫ നൽകുന്നത്? അല്ല, ഷിഫ നൽകുന്നത് അല്ലാഹുവാണ്. ഇതതിൻ്റെ സബബാണ്. ഇതാണ് മുഅ്മിനായ മനുഷ്യൻ്റെ അഖീദ. ഇങ്ങനെയാണ് നമ്മുടെ വിശ്വാസം. ആ മരുന്നല്ല നമുക്ക് ഷിഫ. അങ്ങനെയാണെങ്കിൽ മരിക്കൂലല്ലോ മനുഷ്യന്മാർ. കാരണം ഒരു രോഗത്തിന് വേണ്ട മരുന്ന് ഡോക്ടർമാർ കൊടുക്കുന്നുണ്ട്, ചികിത്സ കൊടുക്കുന്നുണ്ട്, സർജറി ചെയ്യുന്നുണ്ട്, അവർക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ മരുന്ന് ഫലിക്കണില്ല. അപ്പോൾ അവർ പറയും സംഗതി ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, പക്ഷേ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താ? മരുന്നായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ റെസ്പോണ്ട് കിട്ടണം. പക്ഷേ ഇവിടെ അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവാണ് എല്ലാം ചെയ്യുന്നത്. മുഅ്മിൻ അതുകൊണ്ടാണ് അഭിമാനവും അപമാനവും നൽകുന്നത് അള്ളാഹുവാണ്, പിടിച്ചു വെക്കുന്നതും നൽകുന്നതും അള്ളാഹുവാണ്, റിസ്ക് നൽകുന്നതും കൊടുക്കുന്നതും തടഞ്ഞു വെക്കുന്നതും എല്ലാം അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൽപ്പെട്ട വിഷയങ്ങളാണ്. അള്ളാഹുവാണത് ചെയ്യുന്നത്. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ. അള്ളാഹു മനുഷ്യർക്ക് അവൻ്റെ റഹ്മത്ത് തുറന്നു കൊടുക്കുകയാണെങ്കിൽ, റഹ്മ അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹു ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത് ഫലാ മുംസിക ലഹാ, അത് തടഞ്ഞു വെക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. ഇപ്പോൾ ഒരാൾ പറഞ്ഞു, ജോലി ചെയ്യുമ്പോൾ അയാളുടെ കീഴിലെ ഒരു മാനേജറുടെ താഴെ ജോലി ചെയ്യുന്നത്, ആ മാനേജർ ഇച്ചിരി പ്രശ്നക്കാരനാണ്, ആളുടെ കൂടെ ജോലി ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. പിന്നെ ഒരു കമ്പനി ഒരു സ്ട്രക്ചറൽ ചേഞ്ച് വന്ന് നോക്കുമ്പോൾ ആ പ്രശ്നക്കാരനായ മാനേജർ ഇയാളുടെ അണ്ടറിലപ്പോൾ വന്നത്. അപ്പോൾ പറയാം അള്ളാഹുവിൻ്റെ ഒരു പണി നോക്കണം. അയാളെ പേടിച്ച് നടക്കേണ്ട അവസ്ഥയായിരുന്നു. ഇപ്പോൾ മൂപ്പർക്ക് ഇയാളെ പേടിക്കേണ്ട അവസ്ഥയിലേക്ക് അള്ളാഹു തആല എത്തിച്ചു. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മ ഫലാ മുംസിക ലഹാ. അപ്പോൾ നോക്കുമ്പോൾ അയാൾ മുതലാളിൻ്റെ അടുത്ത ആളാണ്, ഒരു നിലക്കും അത് സംഭവിക്കാൻ സാധ്യതയില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം വന്നു. എന്ത് ചെയ്യും?
ചില ആളുകളുടെ ജോലി പോകുന്നത് വേറൊരാൾക്ക് റഹ്മത്താണ്, അയാൾക്കത് ലൊറാണ്. പക്ഷെ വേറൊരാൾക്ക് അവിടെ കയറ്റിയിരുത്തണമെങ്കിൽ അയാൾക്കത് റഹ്മത്താണ്. അപ്പോൾ ഇയാൾ പണി പോയാൽ ഒരു വേക്കൻസി ഉണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്. എല്ലാ ഉപദ്രവത്തിലും ഉപകാരം, എല്ലാ നെഗറ്റീവ് നമ്മൾ വിചാരിക്കുന്നതും പോസിറ്റീവാണ്. ജോലി നഷ്ടപ്പെടുമ്പോൾ അള്ളാഹുലേക്ക് മടങ്ങുന്ന ആൾക്കാരുണ്ട്. എന്താ നമ്മൾ ചെയ്യേണ്ടത്, എന്തെങ്കിലും ചെല്ലാണ്ടോ, എന്തെങ്കിലും ഓതാനുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് വരുന്ന ആൾക്കാർ, അല്ലേ? അപ്പോൾ അതിനർത്ഥം നമ്മൾ അള്ളാഹുലേക്ക് അടുക്കുകയാണ്. മുമ്പൊന്നും അടുത്തിട്ടില്ലാത്ത വിധം നമ്മൾ അടുക്കും. മുമ്പൊന്നുമില്ലാത്ത മനസ്സാന്നിധ്യം നമ്മുടെ നിസ്കാരത്തിനും ദിക്റിനും സ്വലാത്തിനും ഉണ്ടാവും. അത് അള്ളാഹു ആ ഒരു പരീക്ഷണം തന്നില്ലെങ്കിൽ തിരിഞ്ഞു നോക്കാതെ പോകുന്ന മനുഷ്യന്മാരായിരിക്കും. അപ്പോൾ അള്ളാഹുലേക്ക് അടുക്കും. ഞാൻ കുറച്ച് ഖുർആൻ ഓതിയാൽ അള്ളാഹുവിനോട് ഇഷ്ടമാവില്ലേ? അപ്പോൾ അള്ളാഹു എനിക്ക് ഫതഹാക്കി തന്നാൽ ഫതഹാക്കി തരും. അങ്ങനെ തന്നെയല്ലേ ഖുർആൻ പറഞ്ഞത്? സമുദ്രത്തിൽ യാത്ര ചെയ്യുന്ന കപ്പലിൽ ജോലിക്കാർ, പണ്ഡിതന്മാരൊക്കെ പറയും, ജനങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തിന്മകൾ ചെയ്യുന്നത് കപ്പലിൽ നടക്കുന്ന മനുഷ്യന്മാരായിരിക്കുന്നത്. കാരണം മാസങ്ങളോളം ഇങ്ങനെ കപ്പലിൽ കടൽ കിടക്കല്ലേ, കരയുമായൊരു ബന്ധമല്ല. അപ്പോൾ അങ്ങനെ ഫുൾ ടൈം ഔട്ട് ഓഫ് റേഞ്ച് ആയിരിക്കും. അങ്ങനെ കരയിലെത്തുന്ന സമയത്തൊക്കെ ബോധം തെളിഞ്ഞാൽ മതിയല്ലോ, അങ്ങനെ പോവാണ്. എന്ത് തിന്മയും അവിടെ നടക്കും. അവർ മുഴുസമയം കാണുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഒരുപക്ഷെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത്. അങ്ങനത്തെ ആളുകളുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, അങ്ങനത്തെ ആളുകളുണ്ട്. അള്ളാഹു തആല പറയാ, കടലിൽ അവർ കുടുങ്ങിക്കഴിഞ്ഞാൽ, പെട്ടെന്നൊരു ഫ്യൂൽ ലീക്ക് സംഭവിച്ചു വിചാരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വലിയ സ്റ്റോം വന്നു, അല്ലെങ്കിൽ ഔട്ട് ഓഫ് കൺട്രോൾ ആയിപ്പോയി, ദൈവമേ പടച്ചോനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞവർ വിളിക്കും, ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഞങ്ങൾ അള്ളാഹു നിൻ്റെ ആൾക്കാർ തന്നെയാണ് എന്ന് പറഞ്ഞവർ അള്ളാഹുവിനെ വിളിക്കും. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർ, അള്ളാഹുവിനെ കരയിലേക്ക് അങ്ങോട്ട് എത്തിച്ചു കൊടുത്താൽ, എന്തെങ്കിലും റെസ്ക്യൂ ഹെലികോപ്റ്റർ വന്നു, റെസ്ക്യൂ ബോട്ട് വന്നു, അല്ലെങ്കിൽ ആരെങ്കിലും വന്നവരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ അവർ ഒന്നും സംഭവിക്കാത്ത പോലെ പിന്നെ അവർ പഴയ ലൈഫിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അള്ളാഹുവിനെ വിളിക്കുമ്പോൾ അള്ളാഹു തആല ഉത്തരം കൊടുക്കേണ്ടതിനർത്ഥം അവർ മോശക്കാരെ ഞങ്ങൾ വിളിച്ചാൽ കിട്ടൂല, അങ്ങനെയല്ല. റബ്ബുൽ തആലയെ വിളിക്കുന്നവർക്ക് ഉത്തരം കൊടുക്കുന്നുണ്ട്, അള്ളാഹു ഉത്തരം കൊടുക്കുന്നുണ്ട്. ചില ആളുകളെ റബ്ബിലേക്ക് അടുപ്പിക്കുന്നത് അള്ളാഹു അങ്ങനെയാണ്. എന്നിട്ട് അവരെ എത്രത്തോളം അതിൽ നിലനിൽക്കുന്നു എന്ന് അള്ളാഹു നോക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ്റെ അഖീദ, വിശ്വാസം, അതാണ് സൂറത്ത് ഫാത്തിറിൽ പറയുന്നത്. നമുക്ക് ഉപകാരം ഉപദ്രവം ചെയ്യുന്നത് അള്ളാഹു മാത്രമാണ്. ما يفتح الله للناس من رحمة فلا ممسك لها وما يمسك فلا مرسل له من بعده وهو العزيز الحكيم. ما يفتح الله للناس, ജനങ്ങൾക്ക് അല്ലാഹു തുറന്നു കൊടുക്കുന്ന മിർ റഹ്മത്തിൻ, ഏതൊരു കാരുണ്യവും, ഫലാ മുംസിക ലഹാ, അത് തടഞ്ഞു വെക്കാൻ ആരുമില്ല, ആരെക്കൊണ്ട് തടുക്കാൻ പറ്റില്ല. വമാ യുംസിക്, നീ അല്ലാഹു പിടിച്ചു വെച്ചാൽ, ഫലാ മുർസില ലഹു മിൻ ബഅദി, അല്ലാഹു പിടിച്ചു വെച്ചാൽ അത് അഴിച്ചു തരാൻ കഴിയുന്നതും ആർക്കും ചെയ്യാവുന്നതല്ല. അല്ലാഹു തന്നെ തീരുമാനിക്കണം. ശരിക്ക് ബോധ്യപ്പെടണം. ഇതാണ് ഖുർആൻ. അള്ളാഹു നമ്മളെ ഖുർആൻ്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെയാണ്. അള്ളാഹുവിൻ്റെ ഈ ആയത്തിൻ്റെ അർത്ഥം ശരിക്ക് കൽബിലേക്ക് കയറണം, ശരിക്ക് കൽബിലേക്ക് കയറണം. അപ്പോഴേ നമ്മുടെ ഈമാൻ ശരിയാവുള്ളൂ. അല്ല അള്ള ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും എന്താവില്ല, ഈമാൻ പൂർത്തിയാവുന്നില്ല. അള്ള ഉണ്ട് എന്നല്ലല്ലോ, അതാണോ നമ്മുടെ അഖീദ? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. എന്താണ് പടച്ചോനെ പറ്റി പറഞ്ഞു തന്നത്? അല്ലാഹുൻ നാഫിഅൻ. അള്ളാഹു ഒരു ഉപകാരം അള്ളാഹു തരാൻ വിചാരിച്ചാൽ ആർക്കും തടയാൻ കഴിയില്ല. ശരിക്കും ആലോചിക്കുക, നിങ്ങളുടെ ലൈഫുമായി ഇതിനെ ബന്ധപ്പെടുത്തി ഒരാൾക്കും തടയാൻ കഴിയില്ല. വാപ്പക്കും കഴിയില്ല, ഉമ്മാക്കും കഴിയില്ല, ഭാര്യക്കും അമ്മായിമാക്കും ആരെ കൊണ്ടും പറ്റൂല. മാനേജർക്കും സൂപ്പർവൈസർക്കും കമ്പനി ഓണർക്കും സിഇഒക്കും അതിൻ്റെ MD-ക്കും ആർക്കും കഴിയില്ല. മാ യഫ്തഹില്ലാഹു മിർ റഹ്മ വമാ യുംസിക്, ചില വഴിയിൽ അല്ലാഹു തടഞ്ഞു വെക്കും. ഫലാ മുർസില ലഹു മിൻ ബഅദി, അത് തരാനും ആരെ കൊണ്ടും കഴിയില്ല. അപ്പോൾ പറയും, ഞങ്ങൾ അങ്ങനെ വിളിച്ചു, മറ്റേയാൾക്ക് വിളിച്ചു, മറ്റേയാളെ ബന്ധപ്പെട്ടു, ഇങ്ങനെ വാസ്ത ചെയ്തു, ഒന്നും നടന്നില്ല എന്ന് പറയും. എന്തേ? അള്ളാഹുവിൻ്റെ തീരുമാനം അതാണ്. അവിടെ സമാധാനിക്കുക. പിന്നെ പറയുന്നത്, മുപ്പരോട് പറഞ്ഞു, മുപ്പരൊന്നും ചെയ്തില്ലല്ലോ. മനുഷ്യന്മാരങ്ങനെ എന്തെല്ലാം പറയും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അള്ളാഹു തോന്നിപ്പിക്കുന്നതേ അതിനെ മനുഷ്യന്മാർ അനങ്ങുള്ളൂ. ചില ആളുകൾ പറയും, നമ്മൾ ആ മുതലാളിനെ കണ്ട് മൂപ്പർക്ക് ലെറ്റർ കൊടുത്തു,
ആ ഒരു ഓഫീസിൽ ലെറ്റർ കൊടുത്തു, എന്തെങ്കിലും സഹായം വേണമെന്ന്, ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കിട്ടാൻ അള്ളാഹു കണക്കാക്കിയിട്ടില്ല. അത് അള്ളാഹു ആ മനുഷ്യനിൽ നിന്ന് കിട്ടണമെന്ന് നിങ്ങൾ കണക്കാക്കിയിട്ടില്ല, അതുകൊണ്ട് കിട്ടിയിട്ടില്ല. ഫയൽ മൂവ് ചെയ്തിട്ടില്ല. ആ ലെറ്റർ ചിലപ്പം ഓഫീസ് പോയി മറന്നിട്ടുണ്ടാവും, ചിലപ്പോൾ അവിടെ കൊണ്ടുവെക്കാൻ, അല്ലെങ്കിൽ മൂപ്പര് കീറിയിട്ടുണ്ടാവും, മൂപ്പർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും ചിലപ്പോൾ. നമുക്കറിയാൻ പറ്റുമോ? ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ കുറേ മുമ്പ് എന്ന് പറഞ്ഞാൽ 2002 2003 ദുബൈയിലുള്ള സമയത്ത് ഇവിടെ അബുദാബിയിലെ കോർട്ടിലേക്ക് ഒരു ഇൻ്റർവ്യൂക്ക് കൊടുത്തിരുന്നു. അപ്പോൾ സ്കൂൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുബൈയിൽ വന്ന ഉടനെ തന്നെ സ്കൂളിലാണ്, ഇപ്പോൾ സ്കൂളിൽ തന്നെ. ആ സമയത്ത് ഒരു ട്രാൻസ്ലേറ്ററുടെ പോസ്റ്റാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണിയാണ് അബുദാബി ശരിയാ കോർട്ട്. ഞാനതെപ്പോഴും ഓർക്കുകയാണ്. അതിൽ ചില തമാശയൊക്കെ ഉണ്ട്, അപ്പോൾ ഒന്നും ഇവിടെ പറയണില്ല. അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് റാഹത്തായിട്ട് തിരിച്ചുപോയി, അബുദാബിയിൽ വന്നിട്ട് തിരിച്ചുപോയി 2003 അപ്പോൾ എനിക്ക് കോൺഫിഡൻ്റാണ്, നല്ല കോൺഫിഡൻസ് ഉണ്ട് അത് സക്സസ്ഫുൾ ആണ് എന്ന്. കാരണം അവർ ചോദിച്ചതിനൊക്കെ മറുപടിയും ഉത്തരവും എഴുത്തും ഒക്കെ 2-3 മണിക്കൂർ എടുത്ത പരീക്ഷയാണ്. ഉറുദു നിന്ന് അറബിക്കും, അറബിയിൽ നിന്ന് ഇംഗ്ലീഷ്ക്കും, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിനും, മലയാളത്തിൽ നിന്ന് അറബിക്കും, ഇങ്ങനെ 3-4 ഭാഷ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ലേഷനൊക്കെ ചെയ്തു പോയതാണ്. അവിടെ എത്തി, പിന്നെ നമുക്ക് ബേജാറ് തുടങ്ങുമല്ലോ, എന്താ ഇപ്പോൾ വിളിക്കാത്തത്? അപ്പോൾ ഒരു വിളിയും വരുന്നില്ല. അപ്പോൾ അത് ഇൻ്റർവ്യൂ ചെയ്ത ആൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ സക്സസ്ഫുൾ ആണ്, ഞങ്ങൾ ഡോക്യുമെൻ്റ് മൂവ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അറബി സംസാരിക്കാനൊന്നും അറിയില്ല. അന്നിങ്ങനെ റൂം പോയിട്ടിരുന്നിട്ട് കുറച്ച് സെൻറ്റൻസൊക്കെ ചൊല്ലിപ്പിടിച്ചിട്ടാണ് വിളിക്കണത്. ഒരു അറബികളല്ലേ ഫോൺ എടുക്കുക. അങ്ങനെ വിളിച്ചു, സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളെ ഫയലിവിടെ കാണില്ല. ഞാൻ പറഞ്ഞത് ഭയങ്കര സംഭവമായല്ലോ. അപ്പോൾ പറഞ്ഞു, ഫയൽ കാണില്ല, ഫയൽ ഈസ് മിസ്സിങ്, ഒന്നുകൂടി പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചു, ഫയൽ കിട്ടിയെന്ന് വെച്ചിട്ട്. ഫയലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വിചാരിച്ചു അത് പഠിച്ചോ കണക്കാക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ അതിൻ്റെ ഹിക്മത്ത് ഇങ്ങനെ ആലോചിക്കുമ്പോഴേ, എങ്ങാനും അങ്ങനെ ആ ഒരു ജോലിയിലേക്ക് കയറുകയായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ നടത്തുന്ന ഒരു ദൈവത്തിനും പോകാനും നീങ്ങാനും പറ്റില്ലായിരുന്നു. ഫുൾ ടൈം ഓൺ കോൾ കൺട്രിയിൽ വേണം അങ്ങനത്തെ ആൾക്കാർ. എപ്പോൾ വിളിച്ചാലും പാതിരാക്ക് വരെ വിളിച്ചാൽ വരണം എന്നാണ് ആ ജോബിൻ്റെ ഒരു പ്രത്യേകത. അതിന് റിസ്ക് ഉണ്ട്, പക്ഷേ അതോടൊപ്പം അതിൻ്റെ ബെനിഫിറ്റും ഉണ്ടാവും. പക്ഷേ ഓൺ കോൾ കൺട്രി വിട്ട് പോകണമെങ്കിൽ നമ്മൾ ഒഫീഷ്യൽ ലീവിൽ മാത്രമേ പോകാൻ പറ്റൂ. നമ്മളിപ്പോൾ വീക്കെൻഡിലൊക്കെ പോയി വരുന്ന പോലെ ആ പണിയൊന്നും ഇതിന് പറ്റുമായിരുന്നില്ല. നമ്മൾ വിചാരിച്ചൊരു പക്ഷേ അള്ളാഹു അങ്ങനൊരു ഹൈർ ഉദ്ദേശിച്ചിട്ടായിരിക്കാം. അത് പിന്നെ മനസ്സിലാവുന്നത് അള്ളാഹു ചിലപ്പോൾ അങ്ങനെ കണക്കാക്കിയിട്ടുണ്ടായിരിക്കാം, നമുക്കറിയില്ലല്ലോ. ലഹിക്മത്തിൻ അറാദഹല്ലാ, അള്ളാഹു അത് തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ആരെ കൊണ്ടും തുറക്കാൻ കഴിയില്ല. അപ്പോൾ അതിൽ പോയി എന്ന് പറഞ്ഞാൽ അള്ളാഹു അത് പിടിച്ചു വെച്ചു നേരത്തെ. ഇനി ആര് വിളിച്ചിട്ടും കാര്യമില്ല, അത് ഇറങ്ങൂല. ഫലാ മുംസിക ലഹു വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദി. നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ചില ആൾക്കാർ ചില കല്യാണം ആലോചിക്കും, കല്യാണാലോചനക്ക് പോയിട്ട് ആ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോവുക. ചിലപ്പോൾ ആ തൗഫീഖുണ്ട്, അവൾ പറയും എനിക്ക് അയാളെ പറ്റണില്ല എന്ന് പറയും. എന്തേ കാരണമൊന്നുമില്ല, പിന്നെ അതിനെപ്പറ്റി കച്ചറ കൂടേണ്ട കാര്യമില്ല. അത് അള്ളാഹു കണക്കാക്കിയിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി. അള്ളാഹു കണക്കാക്കിയിട്ടില്ല. അപ്പോൾ ഒരു പിന്നെ പറയുന്നത് ഞങ്ങൾ വിളിക്കട്ടോ എന്ന് പറഞ്ഞു വിടും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ. അപ്പോൾ പിന്നെ ഇവരെങ്ങനെ വിളിക്കാൻ തുടങ്ങും. ഒരു വിളിച്ചിട്ടില്ലല്ലോ, എന്തേ ഇപ്പോൾ ഇത് ഒരു വിളിച്ചോ, കിട്ടാനിട്ടാണോ? 2-3 ആൾക്കാരെ കൊണ്ട് അങ്ങനെ അന്വേഷിപ്പിക്കും. വിളിക്കട്ടോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിളിച്ചിട്ടില്ലെങ്കിൽ പറ്റിയിട്ടില്ല എന്നാണ്, കഴിഞ്ഞു. പിന്നെ അതിനെപ്പറ്റി ആലോചിക്കണ്ട. ഫലാ മുർസില ലഹു മിൻ ബഅദി. ഏതൊരു കാര്യം അങ്ങനെയാണ്. ചിലർ പിന്നാലെ സൈക്കിൾ എടുത്ത് കൂടും, പിന്നാലെ കൂടിയിട്ട് അവസാനം സൈക്കിളോടെ വെച്ച് പോകേണ്ടി വരും. ഓനെ ഓടിപ്പോയിട്ട് കാര്യമില്ല, എന്ത് ചെയ്താലും ആ വാതിൽ തുറക്കപ്പെടുന്നില്ല. എന്തേ? ലിഹിക്മത്തിൻ അറാദഹല്ലാ, അള്ളാഹു ഉദ്ദേശിച്ച ഒരു ഹിക്മത്ത് അവിടെ ഉണ്ടാവും. അതിന് അള്ളാഹു ഇങ്ങനെ തെളിച്ചു കൊണ്ടുപോവുകയാണ് നമ്മളെ. ആ ഒഴുക്കിൽ ഇങ്ങനെ നിന്നുകൊടുത്താൽ മതി. അതുകൊണ്ടാണ് യഖ്തർ അല്ലാ തഖ്താർ ഫറബ്ബുക യഖ്താറു മാ യശാ. നിങ്ങൾ തിരഞ്ഞെടുക്കണം. എന്താ തിരഞ്ഞെടുക്കേണ്ടത് അള്ളാഹു തിരഞ്ഞെടുക്കേണ്ടത്. അള്ളാഹു ഇവിടെ എന്താ വേണ്ടതെന്ന് നിങ്ങളായിട്ട് എന്ത് ചെയ്യരുത്. എനിക്ക് ഇത് മതി, എനിക്ക് ഈ ജോലിയാണ് വേണ്ടത്, ഇതാണ് വേണ്ടത്, ഇങ്ങനെ വേണ്ടത്. അത് നിങ്ങൾ അള്ളാഹുവിനോട് ഖൈറിനെ ചോദിച്ചേക്കണം. ഒരുപക്ഷെ അത് ഖൈറായിരിക്കും. ചിലപ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്ന പല അബദ്ധങ്ങളും പല പരീക്ഷണങ്ങളും അടുത്തൊരു ഘട്ടത്തേക്ക് അള്ളാഹു നമ്മളെ പ്രിപ്പയർ ചെയ്യായിരിക്കും. പലപ്പോഴും അങ്ങനെയാണ്. ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കും, എനിക്കുണ്ട്. പലതും നമ്മൾ അള്ളാഹു തആല ചില ഘട്ടങ്ങളിലേക്ക് പ്രിപ്പയർ ചെയ്യണമെന്ന് അങ്ങനെ മനസ്സിലാവും. ആ ഘട്ടത്തിൽ നമുക്ക് പ്രയാസം ഉണ്ടായിരിക്കും, ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോവുക. പക്ഷേ അള്ളാഹു മറ്റൊരു നഫ്അ അതിൻ്റെ പിന്നിൽ വെച്ചിട്ടുണ്ടാവും.
നമുക്കറിഞ്ഞാലും ഇല്ലെങ്കിലും ഹിക്മത്ത്. അള്ളാഹു ഹക്കീമാൻ.